നമസ്കാരം. വലവിരിച്ച് തക്കം പാർത്തിരിക്കുന്ന ചിലന്തിയെ പോലെയാണ് ചൈന എന്ന രാജ്യം. സാഹചര്യം മുതലെടുക്കാൻ ചൈനയ്ക്ക് ഇത്തിരി മിടുക്ക് കൂടുതലാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ ചൈന മടിക്കാറുമില്ല. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും ലോകത്തെ നിയന്ത്രിക്കാനുള്ള മത്സരത്തിൽ ചൈന ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ വിസ നയങ്ങൾ കർശനമാക്കുമ്പോൾ ലോകത്തിലെ പ്രതിഭകളെ ആകർഷിക്കാൻ വിസ എന്ന പേരിൽ പുതിയൊരു വിസ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന. ഇത് വെറും നയപരമായ മാറ്റമല്ല, മറിച്ച് എതിരാളിയുടെ വീഴ്ച മുതലെടുത്ത് മുന്നേറാനുള്ള ചൈനയുടെ തന്ത്രപരമായ ഒരു നീക്കമാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും സാങ്കേതിക വിദ്യയിൽ മറികടക്കാനുള്ള വ്യക്തമായ തന്ത്രത്തിന്റെ ഭാഗമാണിത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണലുകളെയാണ് ചൈന നോട്ടമിടുന്നത്. വിവിധ മേഖലകളിലെ മികച്ച യുവ പ്രതിഭകളെ സ്വന്തം രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ. നിലവിൽ ജോലി, പഠനം, ബിസിനസ് തുടങ്ങി 12 വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾക്കാണ് ചൈന വിസ അനുവദിക്കുന്നത്. ഇക്കൂട്ടത്തിലേക്കാണ് 13ാമതായി വിസ എത്തുന്നത്. വിസ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനം ഓഗസ്റ്റ് മാസം ചേർന്ന സ്റ്റേറ്റ് കൗൺസിലാണ് കൈക്കൊണ്ടത്. വിദേശത്ത് നിന്നുള്ള യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപപ്പെടുത്തിയതാണ് വിസ എന്ന ചട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പഠനം നടത്തുന്നതോ ജോലി ചെയ്യുന്നതോ ആയ യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് വിസ. അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. വിദേശിയായ അപേക്ഷകനെ പ്രാദേശിക ചൈനീസ് കമ്പനി സ്പോൺസർ ചെയ്യേണ്ടതില്ല എന്നതാണ് വിസയുടെ മുഖ്യ ആകർഷണം. പകരം പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം എന്നിവയാണ് വിസയ്ക്ക് വേണ്ടി കണക്കാക്കുക. വിസയ്ക്ക് അപേക്ഷിക്കാൻ ഒരു തൊഴിൽദാതാവിന്റെ ക്ഷണക്കത്തിന്റെ ആവശ്യമില്ല. ഇത് അപേക്ഷകർക്ക് വലിയ ആശ്വാസമാണ്. അമേരിക്കയിലെ H1B വിസയ്ക്ക് ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് നിർബന്ധമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H1B വിസയുടെ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ച് വിദേശ തൊഴിലാളികളെ അകറ്റാൻ ശ്രമിക്കുന്ന അതേ സമയത്താണ് ചൈനയുടെ ഈ നീക്കം എന്നെടുത്ത് പറയണം. ഇത് അമേരിക്കയിൽ ജോലി നഷ്ടമാകുമോ എന്ന ഭയത്തിൽ കഴിയുന്ന പ്രൊഫഷണലുകൾക്ക് പുതിയൊരു വാതിൽ തുറന്നു നൽകുന്നതായി തോന്നിയേക്കാം. എതിരാളിക്ക് പിഴച്ചപ്പോൾ ആ തക്കം മുതലെടുക്കുക എന്ന വ്യക്തമായ തന്ത്രം ഇതിനു പിന്നിലുണ്ട്. ആകർഷകമായ വ്യവസ്ഥകളാണ് വിസയ്ക്കായി ചൈന അവതരിപ്പിച്ചിരിക്കുന്നത്. വിസ ലഭിക്കുന്നവർക്ക് കൂടുതൽ കാലം രാജ്യത്ത് താമസിക്കാനും ഒന്നിലധികം തവണ വന്നു പോകാനും സാധിക്കും. ഗവേഷണത്തിനും ബിസിനസിനും ഇത് വഴിയൊരുക്കുന്നു. അമേരിക്കയിലെ വിസ നയങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആകർഷകമായി ഈ വിസ അവതരിപ്പിക്കാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചൈനയുടെ ഈ നീക്കം ലോകത്തിനു മുന്നിൽ ഒരു ദീനാനുകമ്പയുള്ള നയമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന തന്ത്രം കഴിവുള്ള പ്രൊഫഷണലുകളെ ചൈനയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതായത് പുറത്തു നിന്നുള്ള പ്രതിഭകളെ ആകർഷിച്ച് സ്വന്തം രാജ്യത്തെ സാങ്കേതിക വിദ്യ അതിവേഗം വളർത്തുക എന്നതാണ് ചൈനയുടെ യഥാർത്ഥ ലക്ഷ്യം. വിദേശ രാജ്യങ്ങളിലെ കഴിവുറ്റ യുവജനങ്ങളെ ഉപയോഗിച്ച് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശക്തിയെയും വളർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണിത്. ചൈന ഒരു വശത്ത് തങ്ങളുടെ പൗരന്മാരുടെ സ്വകാര്യതയിലും സ്വാതന്ത്ര്യത്തിലും കർശന നിയന്ത്രണങ്ങൾ വെക്കുമ്പോൾ മറുവശത്ത് വിദേശികളായ യുവ പ്രതിഭകളെ വൻ വാഗ്ദാനങ്ങൾ നൽകി ആകർഷിക്കുന്നു. ഈ നീക്കം അമേരിക്കൻ നയങ്ങളുടെ പരാജയം എടുത്തു കാട്ടുന്നത് കൂടിയാണ്. ചുരുക്കത്തിൽ H1B വിസ കമ്പനികളുടെ തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുമ്പോൾ വിസ ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ സാങ്കേതിക വികസനത്തിന് സഹായിക്കുന്ന പ്രതിഭകളെ സ്വന്തമാക്കാനാണ്. യുഎസിന്റെ നയത്തിലെ ഈ കടുംപിടുത്തം മുതലെടുത്ത് ചൈന കൂടുതൽ ആകർഷകമായ ഒരു ബദൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ സാങ്കേതിക നേതൃത്വം ആർക്കായിരിക്കുമെന്ന മത്സരത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് വിസയെ കേവലം ഒരു പുതിയ വിസയായി മാത്രം കാണരുത്. ഇത് അമേരിക്കൻ വിസ നയങ്ങളിലെ പോരായ്മകൾ ഉപയോഗിച്ച് ആഗോളതലത്തിൽ ഏറ്റവും മികച്ച പ്രതിഭകളെ ആകർഷിച്ച് സാങ്കേതിക മേഖലയിൽ മുന്നേറാനുള്ള ചൈനയുടെ വ്യക്തമായ ഒരു തന്ത്രത്തിന്റെ കൂടി ഭാഗമാണ്. ഈ മാറ്റം അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. കാരണം പ്രതിഭകളെ നഷ്ടപ്പെടുത്തുന്ന ഒരു രാജ്യത്തിന് ആഗോള ശക്തിയായി തുടരാൻ കഴിയില്ല.